നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഒരു പുതിയ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കർത്താവ് കാണുവാൻ നമുക്ക് ദാനം തന്നിരിക്കുന്നു. ഈ നല്ല അവസരത്തിൽ കർത്താവിനെ വാഴ്ത്തുന്നു. അനിശ്ചിതത്വത്തിന്റെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യ ജീവിതങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത കാലഘട്ടം. തിരുവചനം പറയുന്നു, മനുഷ്യൻ വെറും പൊടിയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാതമന്നയുടെ ചിന്താവിഷയം വെറും പൊടിയായ മനുഷ്യൻ എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഉൽപ്പത്തി 3:19. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 2 ഘടകങ്ങൾ കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് 1 നിലത്തിലെ പൊടിയും, 2 ദൈവത്തിന്റെ ജീവശ്വാസവും. ഈ 2 ഘടകങ്ങൾ കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇവ രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായത്. ആദം എന്ന ആദ്യത്തെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഭൂമിയിൽ പൊടി ഉണ്ടായിരുന്നു, എന്നാൽ പൊടി ആദമല്ലായിരുന്നു. അതുപോലെ ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പിട്ട് ദൈവത്തിന്റെ ജീവശ്വാസവും ഉണ്ടായിരുന്നു, പക്ഷെ ആ ജീവശ്വാസം ആദം അല്ലായിരുന്നു. പിന്നെയോ ഈ ജീവശ്വാസവും ഈ പൊടിയും കൂടെ ചേർന്നപ്പോഴാണ് ആദം എന്ന മനുഷ്യൻ ഉണ്ടായത്. അപ്പം ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉൽപ്പത്തി 2:7 യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം ചുരുക്കത്തിൽ മനുഷ്യൻ പൊടിയാണ്. ദൈവത്തോട് സംസാരിച്ചപ്പോൾ അബ്രഹാം താഴ്മയോടെ ദൈവത്തോട് എന്താണ് സമ്മതിച്ചത്? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. അപ്പം മനുഷ്യൻ മരിക്കുമ്പോൾ പൊടി പൊടിയിലേക്കും ദൈവം ഊതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും മടങ്ങിപ്പോകുന്നു. പിന്നെ ഒന്നും ഇവിടെ ശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനം 146:4 അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗം മരണശേഷം ജീവനോടെ ഇരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ല. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പം പുനരുത്ഥാനം വരെ മരിച്ച എല്ലാ മനുഷ്യരും മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാണ്. എന്നാൽ പൊടിയിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ് നാം നോക്കേണ്ടത്. അതിന് നാം എന്ത് ചെയ്യണം? കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ 10 കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. അതിനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതാ. അടിയങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, അടിയങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, അടിയങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഓരോ ദിവസവും കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ കരങ്ങളിൽ അടിയങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും മറന്നു പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ നിമിഷവും നന്ദിയുള്ളവരായി ജീവിപ്പാടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ദൈവം അടിയങ്ങൾക്ക് ഈ ഭൂമിയിൽ ആയുസ്സിനെ തരുമ്പോൾ കർത്താവ് ലോകമോഹങ്ങളിൽ അകപ്പെട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിക്കുവാനല്ല, ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ നല്ല മക്കളായി ജീവിപ്പാടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇതുപോലെ കാലം ദൈവത്തിന്റെ കൃപാടിയങ്ങളോട് കൂടെയിരിക്കണം. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളുടെ പോക്കിലെ വരവിലെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം തമ്പുരാന്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥ വ്യസനത്തിന് കാരണമാകുന്ന ഒന്നും അടിയങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ദൈവത്തിന് ഉന്നതമായ കരങ്ങൾ അടിയങ്ങളെ വഹിക്കണമേ, സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചന പ്രകാരം നല്ല വിശുദ്ധ ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യസനത്തിനുള്ള മാർഗ്ഗം അടിയങ്ങളുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ അടിയങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്ന ദൈവം, അടിയങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന നല്ല ദൈവം, എൻ്റെ അപ്പന് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ദൈവത്തിന് നല്ല സാക്ഷികളായി ജീവിക്കാൻ സഹായിക്കണം. കൃപയാൽ വഴി നടത്തണം, വരവിനായി ഒരുക്കണം. പ്രാർത്ഥനയാതിനെയും കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. ദേതോന്ന് കേൾക്കണം നല്ല പിതാവേ, ആമേൻ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.